ശബരിമല സ്വർണ്ണമോഷണ കേസിലെ ഇടക്കാല ഉത്തരവ് പുറത്ത്. ജംഷഡ്പൂരിലെ ലബോറട്ടറിയിൽ 36 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായി കോടതി. പരമാവധി വേഗത്തിൽ പരിശോധനാ ഫലം ലഭ്യമാക്കാം എന്ന് ലബോറട്ടറി അധികൃതർ അറിയിച്ചു. മാർച്ച് 31 മുമ്പ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നത്? അജിംഷാദ്, ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായത്. SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ കോടതി അറിയിച്ചു. അത് പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ കോടതി പറയുന്നത് അത്യാധുനിക ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികളിലാണ് ഇത്തരം പരിശോധന നടത്തേണ്ടത്. കുറ്റപത്രം അടക്കം തയ്യാറാക്കാൻ ഈ വിദഗ്ധ പരിശോധന അനിവാര്യമാണ്. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുക. ദേശീയ ലബോറട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പരിശോധന നടത്താനുള്ള സന്നദ്ധത അറിയിച്ചു എന്ന് SIT കോടതിയെ ഇന്ന് ബോധിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രീയ പരിശോധന സൗജന്യമായി നടത്താം എന്നാണ് ദേശീയ ലബോറട്ടറി SITയെ അറിയിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിന്നാകെ സന്നിധാനത്ത് നിന്ന് ആകെ 36 സാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത്. അത് ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് 30 സാമ്പിളുകളും കട്ടിളപ്പാളയിൽ നിന്നും മറ്റുമായി 6 സാമ്പിളുകൾ, അങ്ങനെ ആകെ 36 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അവിടുന്ന് എടുത്ത് അയക്കുന്നത്. അത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവിടെ നിന്ന് ലബോറട്ടറിയിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അവർ പരമാവധി വേഗം ഇതിന്റെ പരിശോധിച്ച ശേഷം ആ വിവരങ്ങൾ അറിയിക്കാം എന്ന് ദേശീയ ലബോറട്ടറി ഉറപ്പ് നൽകിയതായും ഈ SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിക്കണം എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മൊബൈൽ സേവന ദാതാക്കളോട് എത്രയും പെട്ടെന്ന് SITക്ക് വിവരങ്ങൾ കൈമാറാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് കോടതി തന്നെ നേരത്തെ ഉത്തരവിട്ടതാണ്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണം, 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. അതിൻ പ്രകാരം വിജിലൻസ് DYSP PS ഹരിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നും ഇപ്പോൾ SIT തങ്ങളെ കോടതി അറിയിച്ചതായി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അജിംഷാദ്. ശരി ഉമേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.